ഇന്നൊരു കുട്ടി ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നമ്മളൊരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെ ബർത്ത്ഡേ ആണെന്ന് കാണണ്ടേ? നമ്മുടെ സ്വന്തം ചക്കി മോളുടെ. പെരുന്നാൾ വീഡിയോ കാണാൻ പോയാലോ? ബാ. അപ്പം രാവിലെ തന്നെ സുന്ദരിയായിട്ട് കുളിച്ചൊരുങ്ങി നല്ല പട്ടുപാവാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെല്ലാം നല്ലോണം സഹകരിക്കുകയൊക്കെ ചെയ്ത്. ചക്കിക്ക് വണ്ടിയിലൊക്കെ പോകാൻ ഇഷ്ടമുണ്ട്. രാവിലെയൊക്കെ എണീച്ച് ടാറ്റ പോകാനെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വെച്ച് ചാടിയങ്ങ് എണീച്ചോളും. ചക്കിയുടെ അപ്പ ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സാണ് ചക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ചക്കി അങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പം പൊന്നു കുറച്ച് പരിപാടിയായിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടി ഇങ്ങനെ ഏറ്റെടുത്തു. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കൊടുത്ത പോലെ ഒരു ബലൂൺ ഊതാൻ ചോദിച്ചപ്പോൾ ഫുള്ള് ബലൂൺ ഊതാൻ കൊടുത്തിട്ടുണ്ട്. കാണുന്നാണക്കല്ല, സിദ്ധുവിന് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥത. ശ്രീതുവാണെങ്കിൽ ഒരു ബലൂണും കൊണ്ട് ആദ്യം തൊട്ടേ ഇരിപ്പുണ്ട്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് രാവിലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഷീഗു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾ ചിന്തിക്കും എന്തായി ഷീഗു ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന്. വേറൊന്നും ഒന്നുമല്ല, ആ ഓട്ടോയുടെ ഡ്രൈവർ അവളെ അച്ഛൻ തന്നെ. ഈ കൊന്നത്തെങ്ങ് പോലെ നടന്നു വരുന്നത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനാണ്. ഇവരൊക്കെ എന്താ തിരിഞ്ഞു നോക്കുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഇതല്ല, ഇതെൻ്റെ അമ്മയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, വേറൊന്നുമല്ല, നമ്മുടെ ചക്കിയുടെ ഒരു കട്ടൗട്ട്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചക്കിയുടെ അതെടുത്ത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച്. പക്ഷേ അതിനാലും ചക്കി ഇങ്ങി തറയി വീണ്. പിന്നെ പൊന്നു വലിഞ്ഞു കയറി അതിനെ നൂല് വെച്ച് കെട്ടി വെക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ നമ്മൾ വോൾ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരുപാട് ആഡംബരമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ബലൂണും നമ്മൾ ആ ഹാപ്പി ബർത്ത്ഡേയുടെ ബാനർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാനർ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അഫോർഡബിൾ റേറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. 2 സൈഡിലും 2 പേര് ബലൂണും താങ്ങിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇവരുടെ നിൽപ്പ്. നമ്മുടെ ബർത്ത്ഡേകൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചക്കിയെ ഒരു ഇത് ഉറക്കി കിടത്തിയിട്ട് ഞാൻ തന്നെ ഡെക്കറേഷൻ പരിപാടികൾ ഏറ്റെടുത്തു. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചക്കിയുടെ യഥാർത്ഥ പേര് മിത്ര എന്നാണ്. അപ്പോൾ മിത്രയുടെ ഈ ലെറ്ററും കൂടി നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിയും. ചക്കി ഉറങ്ങുന്ന സമയം കൊണ്ട് പൊന്നും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇവരുടെ ബർത്ത്ഡേയുടെ കളർ തീം എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അത് നമുക്ക് ബർത്ത്ഡേയുടെ ബലൂൺ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ചക്കിയാണ് ഫോൺ നോക്കിയ ഓരോ കോസ്റ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ചക്കി ബർത്ത്ഡേ ഡ്രസ്സ് ഇടാൻ പോവാണ്. ഇത് തയ്ച്ചത് വേറെ ആരുമല്ല, നമ്മുടെ പൊന്നു തന്നെയാണ്. പൊന്നുവിൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ചക്കിയുടെ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കണമെന്ന്. ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മുടെ ചക്കിയുടെ ഗെറ്റ് റെഡി വിത്ത് അസ്.
നമ്മുടെ ബർത്ത്ഡേകൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇത് ചെയ്തിരിക്കുന്നത് തേവലക്കരയിലുള്ള ഷാ ലവ്ലി കേക്ക്സ് ബൈ അലീന എന്ന ഷോപ്പിൽ നിന്നാണ്. കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കേക്കായിരുന്നു. നമ്മൾ പറഞ്ഞ കണക്കാരന് അത് ചെയ്ത് തന്നിട്ടുണ്ട്. മോളുടെ കട്ടൗട്ടും കാര്യമൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ DM ചെയ്താൽ മതി. അങ്ങനെ ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ചക്കിക്ക് കേക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ച കണക്ക് ആൾ കരഞ്ഞൊന്നുമില്ല. മറ്റേത് ആളെ കാണുമ്പോൾ കുറച്ച് ബഹളമൊക്കെ ഉള്ള ആളായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ബർത്ത്ഡേ ഉണ്ടായിരിക്കാം, കരഞ്ഞൊന്നുമില്ല. അങ്ങനെ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ചക്കിക്ക് കേക്കൊക്കെ കൊടുത്ത്. ഈ കാലം തെറ്റിയൊന്ന് പോപ്പർ വേറെ ആരുമല്ല പൊട്ടിച്ച് നമ്മുടെ ശ്രീതുവാ. ആദ്യം തൊട്ടേ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് നിന്നിട്ട് ലാസ്റ്റ് അത് ഫുൾ ശ്രീതു കുളമാക്കി കൈ തന്നിട്ടുണ്ട്. വന്നവരെല്ലാം നമ്മുടെ ചക്കിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് എന്തോന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുപ്പും ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡിലേക്കാണ് പോകുന്നത്. നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സദ്യയാണ് എല്ലാവർക്കും കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഫുഡ് കൊടുപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.